ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഒരുവിധം നമ്മൾ മലയാളികൾക്കെല്ലാം തന്നെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നിങ്ങളിൽ എത്ര പേര് കപ്പപ്പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്? അതും നല്ല പച്ച കപ്പ വെച്ച്. വെറൈറ്റി ആയിട്ട് പുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി പുട്ട് റെസിപ്പിയാണ് ഇന്നത്തേത്, കപ്പപ്പുട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കപ്പപ്പുട്ട് ഉണ്ടാക്കാനായി 750 ഗ്രാം പച്ച കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഇതുപോലൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല നൈസാക്കിയിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ എല്ലാ കപ്പയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ പിഴിഞ്ഞ് ഇതിൽ നീര് കളയണം. കണ്ടോ, ഇതുപോലെ വേണം നീര് പിഴിഞ്ഞെടുക്കാൻ. അതിനുശേഷം കട്ട ഉടച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നല്ലപോലെ നീര് മൊത്തം പിഴിഞ്ഞ് കളഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ചിരവിയതുമാണ്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഒരു പുട്ടുകുടുക്കയാണ് ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ഇടാറുള്ള പോലെ തന്നെ ആദ്യം കുറച്ച് നാളികേരം ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലത്തെ ലെയറായിട്ട് ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര ഇട്ട് കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് കപ്പ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അവസാനം വീണ്ടും ഒരു ലെയർ ക്യാരറ്റും നാളികേരവും ഇട്ട് കൊടുക്കാം. ഇനി മൂടികൊണ്ട് ഒന്ന് അടച്ച ശേഷം സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ കുക്കർ ഉപയോഗിച്ചാണ് കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത്. സാധാരണ പുട്ടുണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് സമയം കൂടി കൂടുതൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ നല്ലപോലെ ആവി വരുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആവി കയറ്റിയ ശേഷം ഇനി ഇതെടുത്ത് സെർവ് ചെയ്യാം. കണ്ടോ, ഇതാണ് നമ്മുടെ നല്ല ചൂട് കപ്പപ്പുട്ട്. കപ്പയ്ക്കൊപ്പം ക്യാരറ്റും നാളികേരവും ചേർത്തുണ്ടാക്കിയ പുട്ടായതുകൊണ്ട് തന്നെ സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ? ഭംഗി മാത്രമല്ല, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. ക്യാരറ്റും നാളികേരമൊക്കെ 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് പകരം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് നാളികേരം ചിരവിയത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം പുട്ടുകുടുക്കയിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കപ്പ ഇട്ട് കൊടുക്കാം. വീണ്ടും ഒറ്റ ലെയറായിട്ട് ക്യാരറ്റും നാളികേര മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി ആവി കയറ്റി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ കപ്പപ്പുട്ട് ഏതെങ്കിലും നോൺ വെജ് കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. കറി ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് കളർഫുള്ളായിട്ട് ആക്കി കൊടുക്കാവുന്ന നല്ലൊരു ഹെൽത്തി പുട്ടാണ്. അപ്പോൾ ഇനി കപ്പപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.